ജാക്കിൻ്റെ S3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിന് മാർക്കറ്റിൽ അപ്രോക്സിമേറ്റ്ലി ഇവിടെ UAE മാർക്കറ്റിൽ വരുന്ന 45,000 to 50,000 ഇടയിലാണ്. ഓട്ടോമാറ്റിക് കാറാണ്. എൻജിൻ പവറൊക്കെ കുറവാണ്. പക്ഷേ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡ് ന്യൂ കാറൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റിയ കാറാണ്. പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കൺവീനിയൻസ് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. കാരണം ഈ ഒരു ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്കിവിടെ സൺ റൂഫ് ഉണ്ട്. മാനുവൽ രീതിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് ബോക്സുകൾ ഈ കാറിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഫെസിലിറ്റി ഉണ്ട്. നല്ലൊരു മ്യൂസിക് സിസ്റ്റം ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലേക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. മാക്സിമം സ്പീഡ് ഞാനിതിലെടുത്തിട്ടുള്ള ഒരു 100 കിലോമീറ്റർ സ്പീഡാണ്. മൈലേജ് എക്കണോമി ഏതാണ്ട് എനിക്കൊരു 15 to 20 കിലോമീറ്ററിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ട്. നല്ല എക്കണോമിക്കലായിട്ടുള്ളൊരു കാറാണ്. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ലാഗ് ഈ വണ്ടിക്ക് കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ നമ്മളതൊരു ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഈ വണ്ടി അതിലും മനോഹരമായിട്ടുള്ളൊരു കംഫർട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ വുഡൻ പാനലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ കയറി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സീറ്റിൻ്റെ കംഫർട്ട്. ലെതറായിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ വർക്ക് വരുന്നൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് നല്ല വിസിബിലിറ്റിയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ സൈഡ് വ്യൂ അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ നമുക്ക് കോർണർ ഗ്ലാസ് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് 5 സീറ്റർ കാറാണ്.